ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അനിയൊരുവൻ സിനിമ കണ്ട ജയൻ രവി എന്ന നായകനേക്കാൾ മനസ്സിൽ കയറി കൂടുന്നത് അരവിന്ദ് സ്വാമി ചെയ്ത സിദ്ധാർത്ഥ അഭിമന്യു എന്ന വില്ലനെയാണ്. ഫീൽഡ് ഔട്ട് ആയ അരവിന്ദ് സ്വാമിയെ തിരിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്ന സിനിമയാണ് തനിയൊരുവൻ. വില്ലൻ എന്ന വെറുതെ അലറി കൂവി നായകനെ തോപ്പിക്കണം എന്ന ലക്ഷ്യം മാത്രമുള്ളവനല്ല, കൂൾ ആൻഡ് ക്വയറ്റായും വില്ലത്തരം കാണിക്കാന്ന് അരവിന്ദ് സ്വാമി പഠിപ്പിച്ചു. ഒരു വില്ലൻ എന്ന നിലയിൽ അതുവരെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിരുന്ന കുറെ ക്ലീഷേസ് പൊളിച്ചടിക്കിയ ഒരു ക്യാരക്ടർ ആയിരുന്നു സിദ്ധാർത്ഥ അഭിമന്യു. ഈ ക്യാരക്ടറിന്റെ ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോ. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ അഭിമന്യു ഒരു ഗ്രേറ്റ് വില്ലൻ ആയത് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാധാരണ സിനിമകളിൽ നായകന്റെ കഥാപശ്ചാത്തലം കാണിച്ച് നായകന്റെ ജീവിതത്തിലേക്കാണ് വില്ലൻ കടന്നു വരാറുള്ളത്. തനിയൊരുവൻ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും വില്ലനിലൂടെയാണ്. വില്ലൻ കാരണമാണ് നായകൻ പോലീസ് ആയതെന്ന് കാണിക്കുന്നതാണ് ഈ സിനിമയുടെ എൻഡ് സീൻ. നായകൻ ആക്ച്വലി വില്ലന്റെ ലോകത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അവിടെ വെച്ചാണ് അവർ നായകനും വില്ലനുമായിട്ട് തീരുന്നത്. ഇതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ തന്നെയാണ് അവന്റെ ഡൗൺഫാളിന് കാരണമെന്ന് പറയാം. 16 വയസ്സിൽ സിദ്ധാർത്ഥ ചെയ്ത ഒരു കുറ്റകൃത്യത്തിന്റെ ന്യൂസ് വായിച്ച മിത്രൻ പോലീസ് ആവണമെന്ന് തീരുമാനിക്കുന്നു. ആ ടൈമിൽ മിത്രന് സിദ്ധാർത്ഥ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ മിത്രൻ തന്നെ സിദ്ധാർത്ഥന്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ടുള്ള കാരണമായിട്ട് തീരുന്നു. സോ സിദ്ധാർത്ഥ എന്ന വില്ലൻ തന്നെയാണ് അവന്റെ ശത്രുവായ നായകനായ മിത്രനെ ഉരുവാക്കിയെടുക്കുന്നത്. ഈ ഒരു പ്ലോട്ടാണ് ഈ സിനിമയുടെ നട്ടെല്ലായിട്ട് തീർന്നത്. വ്യക്തമായ കണക്കുകൂട്ടലും പ്ലാനിംഗ് ഉള്ള ഒരു ഇന്റലിജന്റ് ആയ വില്ലനായിരുന്നു സിദ്ധാർത്ഥ്. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാവും. പക്ഷെ ഒരിക്കൽ പോലും ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന ഒരു പ്രകൃതം ഉള്ളവനല്ല. കൃത്യമായ പ്ലാൻസ് പുള്ളിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ മിത്രന് പലപ്പോഴും സിദ്ധാർത്ഥിനെ പോലെ ചിന്തിക്കേണ്ടി വരുന്നു. നല്ല റിച്ചായ ഇന്റലിജന്റ് ആയ ഒരു കോപ്പറേറ്റീവ് വില്ലൻ എന്ന നിലയിലും സിദ്ധാർത്ഥിനെ കാണാം. കത്തിയിലെ വില്ലനും വേലക്കാരിലെ ഫഹദും എല്ലാം നമുക്ക് കോപ്പറേറ്റീവ് വില്ലന്മാർക്ക് ഉദാഹരണങ്ങളാണ്. 2005 കാണേക്കണ്ടൻ എന്ന തമിഴ് മൂവിയിൽ പൃഥ്വിരാജ് അഭിനയിച്ച മദൻ എന്ന ക്യാരക്ടറിന്റെ റെഫറൻസ് ആണ് സിദ്ധാർത്ഥ അഭിമന്യു എന്ന ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളത്. സിദ്ധാർത്ഥിന് സ്വയം തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അറിവുള്ളവനെ തോപ്പിക്കാൻ പ്രയാസമാണെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. നമ്മൾ മറ്റുള്ള തമിഴ് സിനിമകളിൽ കാണുന്ന പോലെ അലറി വിളിച്ച് ഓടി നടക്കുന്ന ആളല്ല സിദ്ധാർത്ഥ്. നല്ല കാമാണ്. തന്റെ ഓരോ പ്രവൃത്തിയും നന്നായി ആലോചിച്ച് ചെയ്യുന്നവൻ. സ്വയം നല്ല മതിപ്പുള്ള ആളാണ്. നായകനെ എങ്ങനെയും കൊല്ലണം അല്ലെങ്കിൽ അവനെ നശിപ്പിക്കണമെന്നാണ് നോർമലി വില്ലന്മാരൊക്കെ വിചാരിക്കുക. പക്ഷെ ഇവിടെ സിദ്ധാർത്ഥ് നായകനെ ഇല്ലാതാക്കുന്നതിലുപരി തന്റെ വഴിയിലെ തടസ്സങ്ങൾ നീക്കാനും തന്റെ നിലനിൽപ്പിനെതിരായി വരുന്ന എന്തിനേയും ഇല്ലാതാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പുള്ളിയുടെ സ്മൈലും പുള്ളിയുടെ സ്റ്റൈലും ഡയലോഗ്സും എല്ലാം മറ്റുള്ള വില്ലന്മാരിൽ നിന്ന് ഇയാളെ വേറിട്ട് നിർത്തുന്നുണ്ട്. മാത്രമല്ല ചിരി മാത്രമാണ് ഇയാളുടെ മെയിൻ എക്സ്പ്രഷൻസ് ആയിട്ട് വരുന്നത്. ഒരുപാട് എക്സ്പ്രഷൻസ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. ഒന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കുകയോ ഒച്ച വെക്കുകയോ ചെയ്യാത്ത ഒരു കാം ആയിട്ടുള്ള ക്യാരക്ടറാണ് സിദ്ധാർത്ഥ അഭിമന്യു. എന്തിന് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രമാണ് പുള്ളി സംസാരിക്കുക പോലും ചെയ്യുന്നത്. തന്റെ അറിവിനെയും മെന്റൽ സ്ട്രെങ്തിനെയൊക്കെ തകർക്കാൻ ഇടയാക്കിയേക്കാവുന്ന മദ്യപാനമോ പുകവലിയോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നല്ലവനായ എന്ന ഈവിളായ ഒരു വില്ലനായിരുന്നു സിദ്ധാർത്ഥ്. അതിനുശേഷം അങ്ങനെ ഒരു വില്ലനെ കണ്ടത് മാസ്റ്ററിൽ ഭവാനിനെ ആയിരുന്നു. മൈൻഡ് ഗെയിമും പ്ലാനിങ്ങും അതായിരുന്നു സിദ്ധാർത്ഥിന്റെ വെപ്പൺ. സിനിമയിൽ ഒരിക്കൽ പോലും നായകനായിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല. നായകനെ മൈൻഡ് ഗെയിം വെച്ച് തകർത്താണ് സിദ്ധാർത്ഥ ഓരോ പാതയും പിന്നിട്ടത്. ഒരു കാറ്റ് ആൻഡ് മൗസ് പ്ലേ ആയിട്ടാണ് ഈ സിനിമ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടെ നായകന്റെയും വില്ലന്റെയും മൈൻഡ് ഗെയിംസും. മാത്രമല്ല ഈ സിനിമയിൽ നായകനും വില്ലനും പരസ്പരം ഒരു ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നവരാണ്. സത്യം പറഞ്ഞാൽ നായകനും വില്ലനും തമ്മിലുള്ള ഈ വൈരാഗ്യം റിവഞ്ചും ഈഗോയും കൊണ്ടുള്ളതല്ല, മറിച്ച് രണ്ട് ഐഡിയോളജീസ് തമ്മിലുള്ള ക്ലാഷും രണ്ടുപേരുടെ ഇന്റലിജൻസ് കൊണ്ടുണ്ടായ ക്ലാഷുമാണ്. വില്ലനും നായകനും തമ്മിൽ പരസ്പരം ഒരു ഒബ്സഷൻ ഉള്ള പോലെയാണ് രണ്ടുപേരുടെ ക്യാരക്ടർ ആർക്കുള്ളത്. മറ്റൊരാളെ വെറുക്കുന്നു എന്നതിലുപരി അയാളുടെ ഇന്റലിജൻസിനെ പരസ്പരം അംഗീകരിക്കുന്നവരാണ് രണ്ടാളും. ആ ഒരു റെസ്പെക്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് സിദ്ധാർത്ഥിനോട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇടാനായിട്ട് നായകനായ മിത്രം പറയുന്നത്. മാത്രമല്ല സിദ്ധാർത്ഥിന് വെടികൊള്ളുമ്പോൾ സിദ്ധാർത്ഥിനേക്കാൾ അത് വേദനിച്ചത് മിത്രനായിരിക്കും എന്ന് തോന്നിപ്പോ. കാരണം മിത്രൻ സിദ്ധാർത്ഥിനെ ഒരുപാട് കെയർ ചെയ്തിരുന്നു. തിരിച്ചും ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ മിത്രനോടുള്ളതുകൊണ്ടാണ് അവസാനം സിദ്ധാർത്ഥ് ആ ഡ്രൈവ് മിത്രന് കൊടുത്തത്. അതും സിദ്ധാർത്ഥിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നായകൻ കൊടുത്ത ജാക്കറ്റിനുള്ളിൽ വെച്ചാണ് കൊടുത്തത്. നാടിനു വേണ്ടിയല്ല, മറ്റൊന്നിനും വേണ്ടിയല്ല. നീ ചോദിച്ചു, ഞാൻ തന്നിരിക്കുന്നു. ഇങ്ങനെ തന്റെ അവസാന നിമിഷത്തിൽ സിദ്ധാർത്ഥ് മിത്രനോട് പറയുന്നത് ഇതുകൊണ്ടാണ്. വേണമെങ്കിൽ മിത്രൻ ജയിക്കാതിരിക്കാനായിട്ട് അവൻ ആ ജാക്കറ്റ് ധരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഡ്രൈവ് നശിപ്പിക്കാമായിരുന്നു. പക്ഷെ മിത്രൻ ചോദിച്ചതുകൊണ്ട് സിദ്ധാർത്ഥ് ഒരു ഈഗോയും ഇല്ലാതെ അത് കൊടുത്തു. ഇതുപോലെ പരസ്പരം റെസ്പെക്ട് ചെയ്ത് കൺസേൺഡ് ആയിട്ട് വൈരാഗ്യം കൊണ്ടുപോയ ഒരു വില്ലനെയും നായകനെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സിനിമ ഒരു സ്പെഷ്യൽ മൂവി ആയിട്ട് മാറുന്നത്. താൻ ചെയ്ത കാര്യങ്ങളിൽ പൂർണ്ണ കോൺഫിഡൻസും എന്നാൽ ഒരു തരി പോലും കുറ്റബോധം ഇല്ലാത്ത ആളായിരുന്നു സിദ്ധാർത്ഥ്. അച്ഛനെ കൊല്ലാൻ പറയുന്നത് അതിനൊരു ഉദാഹരണമാണ്. അച്ഛൻ തിരിച്ചു വന്നു എന്നതിലുള്ള ഞെട്ടലല്ലാതെ അതിന് പിന്നിൽ ഒരു കുറ്റബോധവും അവനുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് ഭയങ്കര ലോയൽ ആയിരുന്നു. അത് അവന്റെ ക്യാരക്ടറിന്റെ ആഴം കൂട്ടുന്നു. തന്റെ ഗേൾഫ്രണ്ടിനോട് കെയറും ലവും ഒക്കെ ഉള്ളവനായിരുന്നു സിദ്ധാർത്ഥ്. നായകന്റെ കൈകൊണ്ട് മരിക്കാത്ത സിനിമയിലെ വില്ലന്മാര് വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ നായകന്റെ കൈകൊണ്ടല്ലെങ്കിൽ വില്ലന്റെ മരണം പ്രേക്ഷകർക്കിടയിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുകയും വേണം. അത് ഈ സിനിമയിൽ നടന്നു. കാമുകി സിദ്ധാർത്ഥിനെ കൊല്ലുമ്പോൾ കാതലി കയ്യാൽ മരണം, എതിരിൻ മടിയിൽ സാവ് എന്ന് പറയുന്ന ആ ഡയലോഗ് വില്ലന്റെ മരണത്തിനെ ഒരു കാവ്യം പോലെ മനോഹരമാക്കുന്നു. ആ ഒരു ഡയലോഗിലൂടെ വില്ലന്റെ പതനം പൂർണ്ണമാകുന്നു. സിദ്ധാർത്ഥ് മരിച്ചതിന്റെ വേദന നായകനിലൂടെ കാണുന്ന പ്രേക്ഷകനിലേക്കും ആഴ്ന്നിറങ്ങുന്നു. മിത്രം പോലീസ് ആയതിനു ശേഷം ആദ്യമായിട്ട് കേൾക്കുന്ന മോട്ടിവേഷൻ
ഡിസിഷൻ സിദ്ധാർത്ഥിന്റെയാണ്. ജീവിതത്തിൽ ഒരു ഡ്രീം മാത്രം വെക്കുക, ആ ഡ്രീം ജീവിതമാക്കുക. സിദ്ധാർത്ഥിന്റെ ഈ ഒരു കൺസെപ്റ്റ് ആണ് മിത്രൻ തന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടത്. ചെറുപ്പത്തിൽ മിത്രൻ ഉള്ളിൽ കണ്ട സ്വപ്നം നിറവേറ്റാനായിട്ട് അവൻ പോലീസായി. അതിലൂടെ അവൻ അവന്റെ സ്വപ്നം നേടിയെടുത്തു. ഇൻഡയറക്റ്റ് ആയിട്ട് മിത്രൻ ഇവിടെ ഫോളോ ചെയ്തത് സിദ്ധാർത്ഥിന്റെ ഈ വാക്കുകൾ തന്നെയായിരുന്നു. അത് അവസാനം സിദ്ധാർത്ഥിന് തന്നെ പണിയാവുകയും ചെയ്തു. അരവിന്ദ് സ്വാമിയോട് ഡയറക്ടർ ഈ റോള് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ട് അരവിന്ദിന് ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം തനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ക്യാരക്ടറിലേക്ക് അഡാപ്റ്റ് ആവാനായിട്ട് 3 മാസം വേണമെന്ന് അരവിന്ദ് സ്വാമി മോഹൻരാജനോട് പറഞ്ഞു. പിന്നീട് മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ അദ്ദേഹം സിദ്ധാർത്ഥ അഭിമന്യുവിനെ അനുസരണാക്കി. എന്റെ മനസ്സിൽ അരവിന്ദ് സ്വാമി അല്ലാതെ ഈ റോളിന് വേറെ ഒരു നടനെ പോലും സങ്കല്പിക്കാനാകില്ല. പവർ ഈസ് നോട്ട് ഗീവൺ, ഇറ്റ് ഈസ് ടേക്കൺ. ഒന്ന് ചിന്തിച്ചാൽ സിദ്ധാർത്ഥ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് തോന്നിപ്പോകും. ആർക്കും ഒന്നും വെറുതെ കിട്ടിയിട്ടില്ല, എല്ലാം വെട്ടിപ്പിടിച്ച് നേടിയതാണ്. നായകനേക്കാൾ കയ്യടി നേടുന്ന വില്ലനുള്ള സിനിമകളിൽ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളാണ് സിദ്ധാർത്ഥ അഭിമന്യു. ഐഡിയോളജി കൊണ്ടും ഇന്റലിജൻസ് കൊണ്ടും ഏറ്റവും മികച്ച വില്ലന്മാരിൽ മുൻപന്തി തന്നെയാണ് സിദ്ധാർത്ഥ അഭിമന്യു എന്ന ക്യാരക്ടർ. സിദ്ധാർത്ഥ അഭിമന്യു എന്ന ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.